ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ കാളിയ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. തിരുവട്രിയൂരിലെ ഒരു എണ്ണ വ്യാപാരിയായിരുന്നു കാളിയ നായനാർ. ശിവഭക്തനായിരുന്നു. സമ്പത്തിനും കുറവില്ലായിരുന്നു. ക്ഷേത്രത്തിലെ വിളക്കുകൾ കത്തിക്കുന്നതിലൂടെ ഭഗവാനിലെത്താം എന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് തന്നെ ദിവസവും ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് കത്തിക്കുമായിരുന്നു. കുറേ കാലം ഇത് തുടർന്നപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം നശിക്കാൻ തുടങ്ങി. വിളക്ക് തെളിയിക്കാനുള്ള എണ്ണ വാങ്ങാൻ കഴിയാതെയായി. ക്ഷേത്രത്തിൽ ഒരു ജോലിക്ക് നിന്നു. ആ ദിവസക്കൂലി ഉപയോഗിച്ച് എണ്ണ വാങ്ങി. ആ ജോലിക്കും തടസ്സം വന്നു. ഭാര്യയെ വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. നിരാശയോടെ എണ്ണയ്ക്കു പകരം തന്റെ രക്തം കൊണ്ട് വിളക്കു കത്തിക്കാം എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി മുതിർന്നപ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. ഭക്തിയുടെ തീവ്രത എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഭഗവാനെ മാത്രം ഓർത്തിരിക്കുമ്പോൾ സ്വയം മറന്നു പോകുന്ന അവസ്ഥ. ആ തലമൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രതിസന്ധികളെല്ലാം അവസരങ്ങളായി കാണാൻ കഴിയുന്നു. ഒരു യഥാർത്ഥ ഭക്തന് എവിടെയും തോൽക്കേണ്ടി വരുന്നില്ല. ഓം ശിവശക്തൈക്യ രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.